പിടിത്തോങ്ങാട്ട് പിടിച്ചിട്ടുണ്ടല്ലോ കിടക്ക സാധനം യന്ത്ര നേരം നടക്കണോടാ ആദ്യം പറഞ്ഞ കയ്യിൽ നടത്തണൊക്കെ തരാട്ടാ കേട്ടാ പുതിക്കല്ലേ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അത് പ്രമാണിച്ച് നമ്മൾ വീടൊക്കെ ഒന്ന് ഒതുക്കി, വേറെ ഒന്നുമല്ല വീഡിയോ എടുക്കണതിന് തുടർന്ന് വീടിൻ്റെ അകത്ത് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എല്ലാം നമ്മളത് ഒതുക്കിയാലോടെ നമുക്ക് എന്നിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഒതുക്കി തുടങ്ങിയപ്പോ പറയാ. സോ ഗൈസ്, ഞങ്ങള് വീഡിയോ എടുക്കേണ്ട ഭാഗമായിട്ട് ക്ലീനിങ് തുടങ്ങി. അപ്പൊ ഞങ്ങൾ എന്താ പൊട്ടന്മാരാ? സോ അമൃത സ്വയമേ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവൾ പൊട്ടന്മാരാണെന്ന്. ഞാനും ഒരു പട്ടിയായിരുന്നു. നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കാത്തോണ്ട് ഒരാള് പുറംതിരിഞ്ഞ് കാണിച്ച് പ്രതിഷേധം അർപ്പിക്കുവാണ്. പുറംതിരിഞ്ഞ് പ്രതിഷേധം അർപ്പിക്കുവാണ്. ഓക്കെ സെറ്റ്. ഇതെന്താടാ പാത്രമൊക്കെ? പാത്രം പ്ലസ് ഒരു ഹെൽമറ്റ്. അപ്പൊ ഇവൻ പാത്രം കൊട്ടാൻ പോവാണ്. ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആർക്കും അറിയില്ല. ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഒരു പാത്രം കൊട്ട് പരിപാടി പോലെ ഒരു പരിപാടിയാണ് എല്ലാവരും പറഞ്ഞത്. എല്ലാവരും അത് നമ്പിയിരിക്കുകയാണ്. ബട്ട് സർപ്രൈസ് അതല്ല അല്ലേ ഗൈസ്. ഞാൻ പോട്ടെ എന്നാ പോയിക്കോടാ. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. വല്ല മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. അജീഷ് അങ്ങനെ പറഞ്ഞു. ഞങ്ങള് കുറച്ചിറങ്ങി ഒരു 10, 15, 20, 18 ദിവസം മുമ്പ് നമ്മൾ ചെറിയൊരു തോന്നുന്നു ആഗ്രഹം സ്വന്തമായിട്ട് വൈകുണ്ടാക്കണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ തുറക്കാൻ പോണ. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുണ്ട്. ഇത് കഴിക്കില്ലാത്തവരുടെ കഷ്ടപ്പാട് വരെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് ബെറ്റ്സിയാണ്. കുറച്ച് ദിവസം അമൃത ഇളക്കി, പിന്നെ കുറെ ദിവസം ഞാൻ ഇളക്കി. ഏറ്റവും കൂടുതൽ പറയട്ടാ, പറഞ്ഞു വരട്ടാ, പോയി. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ഇത് തുടങ്ങി വെച്ചത് പലരാണെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് ഇതിലിളക്കി സെറ്റാക്കിയതും നമ്മുടെ അജീഷാണ്. ഇളക്കാൻ ഇവനെ കഴിഞ്ഞിട്ട് ആൾക്കാരുള്ളു. ഞാൻ ആകെ 3 ദിവസം വീട്ടിൽ പോയുള്ളൂ. നീ 3 ദിവസം? 3 ദിവസം ഇളക്കിയിട്ടുള്ളൂ. എന്നാ ഇതിന്റെ പ്രോസസ് ഒന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഇളക്കിയിട്ടേ ഉള്ളൂ. ഞാൻ ഈ സാധനം കുടിക്കില്ല. ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇപ്പൊ മണം വരുന്നുണ്ട്. സീരിയസ്ലി മണം കൊള്ളാം. അപ്പൊ ചേട്ടനാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ട ക്രിസ്മസ് ആയിട്ട്. സോ ഗൈസ്, അപ്പോൾ ആദ്യമായിട്ടാണ് വൈൻ കെട്ടിയിട്ട് ഞങ്ങൾ സെറ്റാക്കുന്നത്. തുറന്ന് ഓപ്പൺ ആക്കി വൈൻ, ഞങ്ങളുടെ തന്നെ വൈൻ ഞങ്ങൾ കുടിക്കാൻ പോവാണ്. ഇതിൽ പാതി ഞങ്ങൾ എടുക്കും, പാതി ഞങ്ങൾ വിൽക്കും. കൊണ്ടുപോവാ അവിടുന്ന്. ഇന്ത്യൻ അബ്കാരി ആക്ട് ചേട്ടൻ 6 മാസം അകത്ത്. സോറി ഗൈസ്, ഞങ്ങൾക്ക് വിൽക്കാനുള്ള അനുമതി ഇല്ല. ഗൈസ്, ഇത് അജീഷിന്റെ കയ്യിൽ നിന്ന് ഇത് പുറത്തു പോകുന്ന നിങ്ങൾ ആരും വിചാരിക്കണ്ട. അവന്റെ വായും അവന്റെ കൈയും. പിന്നെ വേറെ ഇത് നമുക്ക് ഉണ്ടാക്കി വിൽക്കാൻ പാടില്ല. ഉണ്ടാക്കി വിൽക്കേണ്ടത് സാധാ വൈനല്ലേ, വിൽക്കാൻ പാടില്ല. അതും വിൽക്കാൻ പാടില്ല. ഇരിക്കും തോറും വീര്യം കൂടുന്ന സാധനം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ കടയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന വൈനോ? ഇതും ബേക്കറി ഇതിനെ പറ്റിയുള്ള നിയമം ഞാൻ പഠിച്ചിട്ട് അടുത്ത വർഷം ഞാൻ വിൽക്കും. ബേക്കറി തുടങ്ങും. അവള് പോയി, അവള് ബിസ്ക്കറ്റ്, മുറുക്ക്, ബീവറേജ് തുടങ്ങാം. ബീവറേജ് തുടങ്ങണമെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഇതൊക്കെ വേണം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ അരിഞ്ഞാണോ അങ്ങ് അയക്കുക. കേക്ക് ഉണ്ടല്ലോ നമുക്ക്. കേക്ക് ഇത് കഴിഞ്ഞ് ഫില്ലായത് സെറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ സെലിബ്രേഷനിലേക്ക് കടക്കും. ഓക്കെ സെറ്റ്. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ക്രിസ്മസ്. നമ്മുടെ അശ്വിൻ എഡിറ്റർ വന്നതുകൊണ്ട് ആദ്യത്തെയും അവസാനത്തെയും. അടുത്ത വർഷം ഞങ്ങൾ ആഘോഷിക്കും. ഓക്കെ, തുറക്കുവാടാ, ക്ലോസ് വാടാ, ക്ലോസ് വാടാ, ക്ലോസ് വാടാ. മുന്തിരിച്ചാറിൻ അങ്ങനെ അങ്ങനെ എടുക്കുക. എന്റെ മോനെ, എടാ അതിന്റെ അകത്തുണ്ടാ വേറെ സാധനം. മോനെ സീൻ സാധനം പിടിച്ച്. ഇത് ഇളക്കണം, കുത്തി ഒരു സൈഡിലോട്ട് മാത്രം ഇളക്കണം. ഓക്കെ, നിൽക്കുവാണേ. ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഒരു വൈൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്തര നേരം ഇളക്കണോടാ? മതിയാ? അധികം പറഞ്ഞത് കൈവേനെടുത്ത. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിപ്പ വെച്ചിട്ട് ഇത് അരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കും. അങ്ങനെ അരിച്ചൊഴിച്ചിട്ട് പതുക്കെ ഒഴിക്കുവാണെങ്കിൽ ഇതിനകത്ത് മിക്സ് ഫില്ലായി വരില്ലേ, അത് പിഴിഞ്ഞെടുക്കണം. അതിന് ഇതെന്തായാലും ഇപ്പം അരിക്കണതിന് മുന്നേ എനിക്ക് ഇത്തിരി സമാധാനമില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കുക. വാടാ, ക്ലോസ് വാടാ, ക്ലോസ് വാടാ. അളിയാ
ക്ലിയറാണോ? തൊണ്ടയിൽ ഒരു പിടുത്തോങ്ങാട്ട് പിടിച്ചിട്ടുണ്ടല്ലോ, ക്ലിയറാണോ? കിടുക്ക സാധനം. പരിപാടി സക്സസ് ഞാൻ വിചാരിച്ചേ മറ്റേ കുരുമുളകൊക്കെ അടിച്ചു കയറൂല്ലേ, ആ ഒരു ഫീല്. വീര്യം കൂടി. അപ്പൊ ചേട്ടൻ പതുക്കെ അത് മുറിക്ക് തീരോടെ ഞാൻ ഫില്ല് ചെയ്ത് ഒഴിക്കാം. ഓക്കെ, ഇത് എവിടെ വെക്കും നമ്മള്? ഗൈസ്, അപ്പൊ നമ്മുടെ ഒരു ചാനൽ മാത്രമല്ല, ഒരു വാറ്റ് കേന്ദ്രവും കൂടി. ക്രിസ്മസ് നമ്മുടെ ജയിലിന്റെ അകത്ത്. ഗൈസ് കണ്ടാ ഗൈസ്, ഇത് മറ്റേ മുന്തിരിയാണ്. നമ്മളിപ്പോ തന്നെ കുടിക്കുക. നമ്മൾ തന്നെ ഉണ്ടാക്കി നമുക്ക് തന്നെ കുടിക്കാം. ആണോ? അതിന് ഇച്ചിരി കുറച്ച് അളവ് നമുക്ക് ഉണ്ടാക്കാം, സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും വൈനോ? ഉണ്ടാക്കാം, വൈൻ ഉണ്ടാക്കാം. അതിന് ഇത്ര എമൗണ്ട് കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പുറത്തെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ അപ്കാരെ ഇതിപ്പോ ഞാൻ നീ ആദ്യമേ പറഞ്ഞു. വേറൊരു കാര്യം, അകത്ത് പോണം, അത് ഞങ്ങൾ കൊണ്ടുപോകും. അത് നമ്മൾ തന്നെ കൊണ്ടുപോകും. എങ്ങാനും അകത്ത് പോകണമെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബോഡി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അല്ല, ഇത് ഉണ്ടാക്കാൻ കൂട്ടുന്ന കൊണ്ടുപോകുന്ന പറഞ്ഞേ. ഗൈസ് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, ആദ്യം വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്നോട് മുന്തിരി വെള്ളമാണെന്ന് പറഞ്ഞു. കുറച്ച് മുന്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പിലിട്ട് വെച്ച പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഉപ്പിലിടാനാ എന്നോട് അങ്ങനെയാണ് പറഞ്ഞു. ഗൈസ് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ പൊക്കുവാണെങ്കിൽ ഇവളെ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാറുണ്ട്. അപ്പുറത്തെ വീട്ട് അങ്ങളുടെ റൂമിന്റെ ഏറ്റവും ബാക്കിൽ. പിന്നെ നമ്മുടെ ഇക്കട സ്റ്റോറിന്റെ ഏറ്റവും പുറകിൽ ഒരു പഴമ്പൊരി കട ഉണ്ട്, അവിടെ ഉണ്ടാവും. പിന്നെ അങ്ങനെ പലതരത്തും. നിങ്ങളെ ഇറക്കാൻ ആള് വേണ്ടേ പുറത്ത്? നിങ്ങളെ ഇറക്കാൻ പുറത്ത് ആള് വേണ്ടേ? ഇഷ്ടംമാരെ ആൾക്കാരുണ്ട്. എന്തോ അതിന് അവനുണ്ടല്ലോ ഒന്ന്. ഏത്? എടാ, ഞങ്ങള് ബാക്ക് സീറ്റിൽ ഇരുന്നോളാം, നിന്റെ ഫ്രണ്ടിൽ എന്തായാലും ഞങ്ങൾ ഇരുത്തിക്കൊണ്ടു. ഇത് ഇവിടെ ഇരിക്കുന്ന സാധനം കുറച്ച് ഒഴിക്കണം. ഒന്നറിഞ്ഞു പോയി കഴിഞ്ഞാൽ മുന്തിരിച്ചാറേ. എന്താടാ ഉറക്കണ നീ മുന്തിരിയുടെ? അവളിപ്പോ നല്ല കിടിലൻ വൈൻ കുടിക്കണുണ്ടാവും നമ്മളെ. എടാ, ഇപ്പൊ ഒരു ഈച്ച വന്ന് നിന്റെ അകത്ത് വീണെങ്കിൽ എന്ത് പറ്റും? സോ ഗൈസ്, അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അകത്ത് അരിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് കുഴിക്കുവാണ്. സത്യം പറഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് 1 വർഷത്തേക്ക് കുടിക്കാനുള്ള സാധനമാണ്. കാരണം ഞാൻ കുറച്ചല്ലേ കുടിക്കൂ. നിനക്കൊക്കെ തരാട്ടാ കേട്ടാ, കൊതിക്കല്ലേ. വയറെടുക്കുക, അവൻ കൊതിച്ചതിൻ്റെ. സോ ഗൈസ്, അപ്പോൾ ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതൊന്ന് പിഴിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോപ്പൊക്കെ ഇട്ട് കൈയൊക്കെ കഴുകി നല്ല സെറ്റായിട്ട് വന്നിട്ട് ഞാൻ പിഴിയുന്നുണ്ട്. ഇത് നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ പോയിട്ട് കഴുകിയിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ നല്ലോണം കൈയൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? എന്താ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിഴിയണം. നല്ലോണം പിഴിഞ്ഞതിന്റെ ചണ്ടി മാത്രം. എന്ത് ചണ്ടി? ചണ്ടി ഞാൻ വേറെ കേട്ടത്. നന്നായിട്ടൊന്ന് ഭരണി ഇങ്ങോട്ട് നീക്കി വെച്ചൊരു നന്നായിട്ടൊന്ന് ഞെരടി എന്താടാ ഇങ്ങനെ പീച്ചാനാണോ? അങ്ങനെ പീച്ച് കുഴപ്പമില്ലല്ലോ, പിഴിഞ്ഞെടുക്കണം. പൊന്ന് ഗൈസ്, വൈൻ ഉണ്ടാക്കണ എളുപ്പ പരിപാടിയൊന്നുമല്ല. എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ടൊരു കട ഇടുന്നുണ്ട്. അല്ല, ലൈസൻസ് എടുത്ത് വിൽക്കാനല്ല, ലൈസൻസ് എടുത്ത് വിൽക്കാൻ പറ്റില്ലേ? FSS ഏതാ? ഈ വൈന് ടേസ്റ്റ് കൂടാൻ വേണ്ടി പിന്നെയും ഇതില് എന്തെങ്കിലുമൊക്കെ ചേർക്കുവോ അവര്? അവിടുന്ന് കിട്ടുന്ന സാധനത്തിന് കുറച്ച് കണ്ടന്റ് വേറെ കൂടുതൽ. റിയൽ വൈൻ അല്ല. അതിനെന്താ ചെയ്യണ്ട? നന്നായിട്ട് പിഴിഞ്ഞോ, നന്നായിട്ട് ഞെക്കി പിടിച്ച് വരട്ടെങ്കിൽ അതിനകത്ത് പായസം പോലെ അതിനകത്ത് വെച്ച് തന്നെ പിഴിയേ. എന്നിട്ട് അതിന്റെ ചണ്ടീനകത്ത് ചരിച്ചുടി ഇങ്ങനെയൊക്കെ മുന്തിരി ഇങ്ങനെ കൈയിട്ട് ഞെരട്ടി പിഴിയുമ്പോൾ കൈ ചൊറിയും. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, മറക്കുള്ളൂ. അത് സീനൊന്നുമില്ല. ഇത് വേറെ പ്രോസസ്സാണ്. ഇതിന് പിഴിയണോ? വേണ്ട, നീയല്ലേ പറഞ്ഞ അതിൽ നിന്ന് എന്തോ ഉണ്ടാക്കാൻ പോകണം. പിന്നെ ഞാൻ എന്താ മക്കാണ് ഇവിടെ മക്കണത്? കപ്പിനകത്ത് നീ ഓൾറെഡി പിഴിഞ്ഞിട്ടതല്ലേ? കപ്പിനകത്ത് തുപ്പിട്ടേക്കൻ ഓൾറെഡി അവൻ പിഴിഞ്ഞിട്ടതല്ലേ? നീ ആരാ? ആരാ? 2 തവണ പിഴിയണ്ടോ? ഒറ്റ തവണ മതി. ഞാനിവിടെ ചോറൂട്ടി കൊടുത്തോണ്ടിരിക്കുക. ആദ്യമായിട്ട് കൈ മടങ്ങിയിട്ട് ഇപ്പൊ ഇവരണില്ല. നിഷിന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ പണികളൊക്കെ ചെയ്യുന്നു. ഗൈസ്, ഇത്
വെറും പ്രഹസനമാണ്, വേറൊന്നുമല്ല. ഞങ്ങളെ പിടിക്കും, പോലീസ് പിടിക്കുമെന്ന് അറിഞ്ഞപ്പത്തിന് കുടിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ആൾക്ക് ഛർദ്ദിക്കാൻ പറ്റുന്ന പറഞ്ഞു. ഇത് പ്രിപ്പയർ ചെയ്ത് വച്ച് എടുക്കാന്ന് പറഞ്ഞതിന്റെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ അമൃത പറഞ്ഞത് എനിക്ക് മിനിമം 1 ലിറ്റർ വേണമെന്നാണ്. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും 1/2 ലിറ്റർ മാറി 1/4 പിന്നെ അത് 1 മില്ലിയായി. ഇപ്പതേ ഛർദ്ദിക്കാൻ പറ്റുന്ന പറഞ്ഞു. മൂക്കിൽ വെച്ചേക്കണ്ട, പഞ്ഞി കിട്ടിയില്ല, ടിഷ്യൂ പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കടെ. ഗൈസ്, സമയം 12 മണി കഴിഞ്ഞ്, ക്രിസ്മസ് കഴിഞ്ഞ്. ഇതിൻ്റെ അകത്ത് കൈയിട്ടിട്ട് എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റാത്തത്. മൈൻഡ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ ക്രിസ്മസ് കുളമായി. ഇത് കഴിഞ്ഞിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ. ഈ പേണ് എനിക്ക് മാത്രം കുടിക്കാനുള്ള അവകാശമില്ലേ? അജീഷിനുള്ള വാറ്റൂറ്റിക്കൊണ്ടിരിക്കുക, പ്രത്യേക വാറ്റ്. അതിന്റെ തൊണ്ട അവന് കുടിക്കാനുള്ള കിട്ടും. അതല്ല പറഞ്ഞേ, ഇത് ഇനി റീയൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ ഇതിൽ തന്നെ ഇട്ടോ. അവന് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഇവിടെ അങ്ങനെ ചെയ്യാം. ഇവന് എത്ര പിഴിഞ്ഞിട്ട് പോയി, ഇടുന്ന സാധനത്തിന് പിന്നെയും നീര്. എന്താണ്, ഓൾറെഡി അതിലേക്കല്ലേ വീഴണം. എന്താ ചിരി കൊള്ളാർന്നല്ലോ നമുക്ക് അടിച്ച്. അതെന്നെ സംഭവം അറിയോ, മൂക്കിലെ പഞ്ഞി പോകാതിരിക്കാൻ ചിരിച്ച അങ്ങനെ. ഇതിന്റെ അകത്ത് എങ്ങനെ വീഴുവാണെങ്കിൽ അമൃത ഞാൻ മറ്റേതൊക്കെ ഡാൽഡ വൈറ്റ് അടച്ചൊക്കെ വെക്കണത്. ഇത് ഇളക്കുന്ന ദിവസം എനിക്ക് ഇതുപോലെ വൊമിറ്റ് ചെയ്യാൻ വന്നായിരുന്നു. അപ്പോഴും ഞാൻ ഇതേ ഐഡിയ തന്നെയാണ് ചെയ്തത്. എന്നിട്ട് ഇത്തിരി കുറുകാൻ വേണ്ടിട്ട് ഡാൽഡ ഇട്ട് അന്ന് ചെയ്ത ഐഡിയ കിടന്നു. ഇഞ്ചിയൊക്കെ ഇടുവോ ഇതിന്റെ അകത്ത്? ഇഞ്ചിയൊക്കെ ഇടും അതിനകത്ത്. ചേട്ടൻ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന കാണുമ്പോഴേ ക്രിസ്മസ് സെലിബ്രേഷൻ. നമുക്കിത് പുറത്തേക്ക് ഇറങ്ങി ചുമ്മാ നോക്കിയാലോ. ഇന്ന് നമ്മള് ജിമ്മിൽ പോകുമ്പോ അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെയായാലും ക്രിസ്മസ് ഞാൻ വിവരമുണ്ട്, പക്ഷെ കഴിവില്ല. സോ ഞാൻ ഇത്രയും പിഴിഞ്ഞ് ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട്. അമൃത ഇപ്പോഴും മൂക്കിൽ പഞ്ഞിയും വെച്ചിട്ടിരിക്കുവാണ്. വേറെ ഒന്നുമല്ല, ഛർദ്ദിക്കാൻ വേണ്ടെന്നാണ് പറയണത്. സ്മെല്ല് ഒക്കെ ഇതേപോലത്തെ ആൽക്കഹോൾ സ്മെല്ല്, അങ്ങനെ ഒക്കെ ആകെ വോഡ്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവൾക്ക് ഇഷ്ടം. അപ്പോൾ ഇങ്ങനത്തെ സാധാ ഹോം മെയ്ഡ് സാധനങ്ങൾ, വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അമൃത ജീവിതത്തിൽ കൈകൊണ്ട് തൊടുത്തില്ല. മൂക്കോണ്ട് ഈ നമ്മൾ വിചാരിക്കും മൂക്കി പഞ്ഞി വെച്ചേക്കണത്, പക്ഷെ പഞ്ഞിയല്ല, മുക്കി ഒരു സാധനം വെച്ചേക്കണേണത്. വായിലേക്കും കയറ്റുന്നുണ്ട്, കിക്ക് കിട്ടി. ഫൈനൽ ആക്രാന്തം മൂത്താലും ഇങ്ങനെയാണ്. പിന്നെ ഞാൻ കുടിക്കുകയല്ലേ ഇത് ആക്രാന്തം മൂക്കാൻ വേണ്ടിട്ട്. കൊതി വിട്ട ഇങ്ങനെയാ. ഇനി എന്നെ പ്രശ്നം അറിയോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് വീണ്ടും ഒഴിക്കില്ലേ, എന്നിട്ട് ഇത് ഇരിക്കാൻ പറ്റും ഇങ്ങനെ ഊർന്നിറങ്ങി, എന്നിട്ട് അതിനകത്ത് കോരിയെടുക്കും. അഹങ്കാരം ഇരിക്കുകയുള്ളൂ, നിൽക്കില്ല. അവസാനത്തെ നമ്മൾ ഒഴിക്കാൻ പോവാണ് ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. ഇത് ഇട്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഇത് മിക്സ് ചെയ്യണോ വേണ്ടോ, കുറച്ച് വീര്യം കിട്ടും. എന്തോരം ആൾക്കാരാ. കെട്ട്. അജീഷിന് ജീവിതത്തിലോ ഒരു കല്യാണം കഴിക്കാൻ ഭാഗ്യം ഉണ്ടായില്ല. വൈറ്റ് കെട്ടി തീർത്തിരിക്കുകയാണ്. സിംഗിൾ ഓംലേറ്റ് മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. സെറ്റ്. ഗ്ലാസ് എടുക്കടാ അമൃത. അത് കൊക്കിൽ ഒതുങ്ങുന്നത് തന്നാൽ. എന്താണിത്, പഴമൊക്കെ ഈ സാധനം കെട്ടിത്തളാ ആദ്യം. തറയിൽ വെച്ചിട്ട് നമ്മുടെ കൂട്ടത്തില് ഏറ്റവും ഇളയവനായ അവൻ കെട്ടിക്കട്ടെ. ഫീമെയിൽ കൂട്ടത്തിലാകെ ഒറ്റയ്ക്കുള്ള ഫീമെയിൽ ആണല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവളും അവനും കൂടി ചേർന്ന് കെട്ടിക്കട്ടെ. എനിക്ക് അവനെ ഇഷ്ടമല്ല. സോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ തകർത്തു ഇതേ സെലിബ്രേറ്റ് ചെയ്യുവാണ്. അളവ് കണ്ടൊന്ന് നോക്കി, എല്ലാം ഈക്വൽ ആണോ നോക്കി. അല്ല. മേരി ക്രിസ്മസ്, വിഷ് യു മേരി ക്രിസ്മസ്, വിഷ് യു മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. മുറിക്കണത് ആരാണെങ്കിലും കഴിക്കണത് ആദ്യം ഞാനായിരിക്കും ഗൈസ്. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ളത് ഇട്ടട അവിടെ. ഇവന് കൊടുക്ക്. ആരാ കയ്യൊക്കെ വറക്കണ കുടിക്കാനായിട്ട്. സോ ഗൈസ്, അപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറുത് നോക്കി ഞാൻ എടുക്കുവാണ്. കുടിക്കണുണ്ടോ അവിടുത്തെ? അറിയില്ല എന്നാലും നെഞ്ച് കത്തണലിയാ.
പണിയെടുത്തത് വെറുതെ ചെയ്യില്ല. കഴി എനിക്ക് മറ്റേ സാധനം കയറി താഴത്തേക്ക് ഇറങ്ങി. കിട്ടിയോ? ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഒരു ക്രിസ്മസിന് ഇങ്ങനെ എന്ത് ചെയ്തിട്ടാണ് വൈനൊക്കെ സ്വന്തമായിട്ടിട്ട് ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് ക്രിസ്മസിനുള്ള പഴം കഴിക്കണോ. ഞാൻ ഷുഗർ കട്ടാണേ. ഇത് കഴിക്കില്ല. അപ്പൊ കുറച്ച് കഴിച്ചാർന്നല്ല. നീ എത്ര എണ്ണം കുടിച്ച്? ഞാൻ ഒന്നും കുടിച്ചിട്ടില്ല ഈ കുടിയന്മാരുടെ ഇടയില്. ഇത്രയാണ് ഞാൻ വിളിച്ചത്. എന്റെ പൊന്നെ എന്റെ അടുത്ത് കുടിക്കല്ലേ. അല്ല ഞാനത് കുടിച്ചിട്ട് ചേട്ടൻ്റെ ആക്കി മാറ്റാം. ആ ഓക്കെ. ഒറ്റ വലി കടിക്ക്. വൈനങ്ങനെ കുടിക്കാൻ പാടില്ല. പക്ഷെ അതെന്താ അങ്ങനെ കുടിച്ചെന്ന് പറ്റും? ഞാനിപ്പോ വീണ്ടും സിപ്പായിട്ട് നിന്റെ ഇപ്പൊ എത്ര ഗ്ലാസ് ഉണ്ട്? ഒരെണ്ണം. ഒന്നെങ്കി ഇருக்கு ഇന്നൊന്നെങ്കി ഇருக்கு ഇന്നൊന്ന് തന്നെ ഇത് അമൃതയ്ക്ക് വേണ്ടി ഞാൻ കഴിക്കുന്നു. ഇത് എനിക്ക് വേണ്ടി ഞാൻ കഴിക്കും. ചേട്ടന് വേണ്ടി ഞാൻ 5 മിനിറ്റ് കഴിക്കും. അപ്പൊ ഇതിപ്പോ ഉണ്ടാക്കിയത് ഇവര് വേണ്ടിട്ടാണോ വൈന്? ചേട്ടാ ഒറിജിനൽ പ്യൂർ സാധനമാണ്. ഇവന് ഓരോ ഗ്ലാസ് വൈൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സത്യവും പറയും. അതാ ഞാൻ പറഞ്ഞ മറ്റേ പാണ്ടിപ്പടല സാധനം. അല്ല മുതലാളി എനിക്ക് വൈൻ തന്നില്ലോ. പിന്നെ ഞാൻ എന്തിനാ പുറത്ത് പോയി മേടിക്കണം? കാലുറക്കുന്നുണ്ടോ? അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്ത കുഴപ്പമില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാണ്. അടിച്ചു പൊളിച്ച് തകർത്തിരിക്കുവാണ്. 4 ഗ്ലാസ് കുടിച്ചത്. ചേട്ടൻ ഒരു ഗ്ലാസ്സിൽ തന്നെ കിറിങ്ങി. ക്രിസ്മസ് സെലിബ്രേഷൻ ഫെസ്റ്റിവലിൽ ഫസ്റ്റ് നേടിക്കൊണ്ട് 4ാമത്തെ ഗ്ലാസ് എല്ലാവരും പേരിൽ കുടിച്ചുകൊണ്ടിരിക്കുവാണ് അവൻ. ഇപ്പൊ മനസ്സിലായി അജീഷിനാണ് കൂടുതൽ കപ്പാസിറ്റി. അല്ല എല്ലാരും ഔട്ടാണ്, ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ബോധവും വിവരമായിട്ട് നിക്കുന്നത്. ഇത് എത്രയാ? സോ ഗൈസ് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ? സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതൊക്കെ ചുമ്മാ ആക്ട് ചെയ്താണ് കേട്ടോ. നമ്മളിത് കുടിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ കിറുക്കണമൊന്നുമില്ല. കംപ്ലീറ്റ് ആക്ട് ചെയ്താണ്. ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഇത് നമ്മൾ ഹോം മെയ്ഡ് സാധനമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കുറേ നാളത്തെ ശേഷമാണ് ഞാൻ ഇങ്ങനൊരു സാധനം കുടിക്കണത്. ആക്ടിങ്. ഇനി പറ നിഷൻ ചേട്ടൻ അഭിനയിക്കാൻ അറിയോ ഇല്ലേന്ന്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അറിയോ? ഈ ഒഴിച്ചു തന്ന ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കുടിച്ച് തീർക്കണം. അജീഷ് 32 വയസ്സ്, സിംഗിൾ ഇപ്പോഴും സിംഗിൾ ആയിട്ട് ഇരിക്കുന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ കഴിക്കൊന്നുമില്ല. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ വൈനായതുകൊണ്ടാണ് ഞാൻ കഴിക്കണേ. പിന്നെ ഇടയ്ക്കൊക്കെ സോഷ്യലി ഞാൻ കഴിക്കും. അതെ, ആ പഞ്ഞിയെടുത്ത് മൂക്കിൽ വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അവൻ കഴിക്കുമെന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ വ്ലോഗ് എന്ന് പറയുന്നത്. ട്രിപ്പിൾ ഗ്രീൻ്റെ ടീം മേറ്റിൻ്റെ ഒക്കെ എല്ലാവരുടെയും ഹാപ്പി ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക, തകർക്കുക, എൻജോയ് ചെയ്യുക. ഇനി ക്രിസ്മസ് അടുത്ത വർഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അടുത്ത ക്രിസ്മസിന് ഞങ്ങള് അടുത്ത ക്രിസ്മസ് വീഡിയോ ആയിട്ട് വരും. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ സോ ഗൈസ്, എല്ലാവർക്കും എന്റെ വക ഹാപ്പി ക്രിസ്മസ്. ഇതിന്ന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. എന്റെ വക ഹാപ്പി ക്രിസ്മസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ചാച്ചാ, ബൈ ബൈ.